ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്, പേജ് നമ്പർ 10. ഇച്ചിരി വ്യത്യാസമുള്ള പ്രോബ്ലം ആണ്. എ വയർ ഓഫ് ലെങ്ത് 3.5 meter is to be cut into two pieces. One piece bent into a square and other into a equilateral triangle. The length of sides of two are same. How should wire cut? 3.5 meter ഉള്ള ഒരു വയർ കട്ട് ചെയ്ത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ഒരു സ്ക്വയറും. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് എല്ലാ വശങ്ങളും തുല്യമാണ്, സ്ക്വയറിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ് ഉണ്ടാക്കി. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെ സൈഡ് സെയിം ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെയും സ്ക്വയറിന്റെയും എല്ലാ സൈഡും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വയർ നമ്മൾ എത്ര സെന്റിമീറ്റർ വെച്ചാണ് കട്ട് ചെയ്ത് ആക്കേണ്ടത്? അപ്പൊ നമുക്കറിയാം, ഒരെണ്ണം കൊണ്ട് എന്തുണ്ടാക്കി? ഒരു സ്ക്വയർ ഉണ്ടാക്കി. അടുത്തത് കൊണ്ട് എന്നാ ഉണ്ടാക്കിയത്? അവര് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഉണ്ടാക്കിയത്. ഇവരുടെ എല്ലാവരുടെയും സൈഡ് തുല്യമാണ്. ടോട്ടൽ എത്രയുണ്ട് ലെങ്ത്? ടോട്ടൽ ലെങ്ത് എത്രയുണ്ട്? 3.5 എന്നാണ് പറഞ്ഞത്. 3.5. നമുക്ക് ഇതിനെ ഒന്ന് ഫ്രാക്ഷൻ രൂപത്തിലാക്കിയാൽ ഇങ്ങനെ ചെയ്യാൻ പാടല്ലേ? 3.5 എങ്ങനെയാ ചെയ്യുന്നത്? 3 into 2 അല്ലേ, പ്ലസ് 1. 1 6 7. ന്യൂമറേറ്റർ 7 വരും, ഡിനോമിനേറ്റർ നമ്മുടെ ഈ 2 ആയിട്ട് തന്നെ വരും. അറിയാമല്ലോ മിക്സഡ് ഫ്രാക്ഷൻ എന്താണ്? ഇത് മിക്സഡ് ആണ്. അതിനെ എങ്ങനെ ചെയ്യുന്നത്? ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. 3 into 2. എന്നിട്ട് നമ്മുടെ ന്യൂമറേറ്റർ കൂട്ടും, എന്നിട്ട് ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതും. ഇങ്ങനെയാണ് നമ്മുടെ മിക്സഡ് ഫ്രാക്ഷൻ. നമുക്ക് മിക്സഡിലിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ എന്താക്കും? വെറും ഫ്രാക്ഷൻ ആക്കിയിട്ട് നമ്മൾ മാറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത് എത്രയുണ്ട്? 7/2 സെന്റിമീറ്റർ നീളമുണ്ട്. ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട്, ഇത്രയും നീളമുള്ള ഒരെണ്ണമാണ് 7.5, 7/2 സെന്റിമീറ്റർ നീളമുള്ളതാണ്. അതിനെ കട്ട് ചെയ്തിട്ടാണ് ഇത് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും സൈഡ് തുല്യമാണ്. അപ്പം തുല്യമാണെങ്കിൽ നമുക്ക് എന്നെ എടുക്കാം? സൈഡ് എക്സ് എന്ന് എടുക്കാം. അപ്പൊ ഇതിന്റെ എല്ലാ സൈഡും എന്നായിരിക്കും? എക്സ് ആയിരിക്കും. സ്ക്വയർ അല്ലേ, ഇവിടെ എല്ലാ സൈഡും തുല്യമല്ലേ? അതേ സൈഡ് തന്നെയാണ് നമ്മുടെ ഇക്വിലാറ്ററൽ. അപ്പൊ ഇക്വിലാറ്ററലിന്റെ ഓരോ സൈഡ് എത്രയായിരിക്കും? എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും ലെങ്ത് കൂട്ടുന്നതായിരിക്കും ഈ 7.5 meter. മനസ്സിലായ മക്കളെ? അതായത് നമുക്കറിയാം, വയറ് ചുറ്റിയിട്ട് വയർ കട്ട് ചെയ്തിട്ട് ഒന്ന് വളച്ച് അവർ എന്നാക്കി? ഒരു സൈഡ് വളച്ച് നമ്മൾ സ്ക്വയർ ആക്കി. അപ്പൊ ഈ നീളം ഇതാണ് ഇതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത്. മറ്റേ സൈഡും കൊണ്ട് ട്രയാങ്കിൾ ഉണ്ടാക്കി, അതിങ്ങനെ വളച്ചിങ്ങനെ ഉണ്ടാക്കി. കണ്ടോ? അപ്പം ഈ വളച്ച നീളവും ഈ ട്രയാങ്കിൾ ഉണ്ടാക്കിയ നീളവും രണ്ട് നീളവും കൂടെ കൂട്ടുന്നതാണ് എത്ര? 7.5 meter. മനസ്സിലായോ? അപ്പൊ ഈ ടോട്ടൽ നീളം എത്രയുണ്ട്? 1x, 2x, 3x, 4x, 5x, 6x, 7x. അപ്പൊ ടോട്ടൽ നീളം എത്രയെന്ന് എഴുതാം? 7x ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? 7/2 മീറ്ററിന് തുല്യമാണ്. കണ്ടോ? ഈ ഒരു കണ്ടീഷൻ എഴുതിയില്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലമേ ചെയ്യാൻ പറ്റില്ല മക്കളെ. മനസ്സിലായി കണ്ടീഷൻ എങ്ങനെയാന്ന്? ഇത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. കാരണം ഇതൊന്ന് പഠിക്കുക. കാരണം ഇതേപോലുള്ള പ്രോബ്ലംസ് ഒന്ന് ചെയ്യാം. ഇത് നമ്മൾ ഓരോ പ്രോബ്ലത്തിന്റെ സ്റ്റൈല് പഠിച്ചു വെച്ചിട്ട് നമ്മൾ അത് വേറെ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മളോട് ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ്, നമ്മൾ കണ്ടില്ലാത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് അതിനകത്ത് റിലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കേട്ടോ. ഇത് കണ്ടോ? ടോട്ടൽ ലെങ്ത് 7/2 മീറ്റർ എന്ന് പറഞ്ഞു. അത് രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരെണ്ണം വളച്ചൊരു സ്ക്വയർ ആക്കി, ഒരെണ്ണം വളച്ചൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കി. എല്ലാ സൈഡും തുല്യമാണ്. അപ്പം ഈ വളച്ചുണ്ടാക്കുന്ന ഈ നീളം, ഇതിപ്പോ നിവർത്താൽ എത്രയുണ്ട്? ഈ നീളവും കൂടെ കൂടുന്നതാണ് ഈ മൊത്തം നീളം. ആണോ? അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ പെരിമീറ്ററും കൂടെ കൂട്ടിയാൽ 7.5 കിട്ടുമെന്ന് നമ്മൾ എഴുതി. ഇതിന്റെ പെരിമീറ്റർ എത്രയാണ്? 4x അല്ലെ? 3 വശം തുല്യമാണ്, 4 വശം തുല്യമാണ്. അപ്പൊ x പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് ഇതപ്പൊ എത്രയാകും? 4x. ഇതിന് എത്ര സൈഡുണ്ട്? 3 സൈഡുണ്ട്. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എത്രയാണ്? 3x. അപ്പം ഈ 4xും 3xും കൂടെ കൂട്ടുന്ന നീളം 7x എന്ന് പറയുന്നത് ഈ മൊത്തം നീളത്തിന് തുല്യമാണ്. ഇപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് എക്സ് ഒറ്റയ്ക്കാക്കാൻ പോവാണ്. എക്സിന്റെ വില നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. എക്സിന്റെ വില കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കൂടെ കിടക്കുന്ന 7 നമ്മൾ ഈക്വലിന് അപ്പുറത്ത് കൊണ്ടുപോവാണ്. അതെവിടെ എന്നാടുക്കുമായിരുന്നു? ഇപ്പോൾ ഓൾറെഡി 7/2 ഉണ്ട്. ഇവിടെ എന്നാടുക്കുമായിരുന്നു മക്കളെ? ഇൻറ്റു ആയിരുന്നു. അപ്പൊ ഇപ്പുറത്ത് പോകുമ്പോ എന്നാകും? ഡിവിഷൻ. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ഈ ഫ്രാക്ഷൻ ഈ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും? നമുക്ക് ചുമ്മാ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് കൊടുക്കാൻ പോവാണ്? ഒരിക്കലും ഒരു ഫ്രാക്ഷൻ നമുക്ക് ഡിവിഷൻ ഇല്ല. ഫ്രാക്ഷന്റെ കേസിൽ നമുക്ക് ഡിവിഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ രണ്ടാമത് കിടക്കുന്നതിന്റെ റിവേഴ്സ് ചെയ്യും.
മനസ്സിലായോ? റിവേഴ്സ് ചെയ്ത് നമ്മൾ ഇൻറ്റു ചെയ്യുവാണ്. അപ്പൊ ഇതിനെ റിവേഴ്സ് ചെയ്യാൻ നമുക്കറിയാം ഏതൊരു സംഖ്യയ്ക്കും ഡിനോമിനേറ്ററായിട്ട് ആര് കിടക്കുന്നുണ്ടാവും? 1 കിടക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഇതിനൊന്ന് മാറ്റാം. 7/2 ഇത് റെസിപ്രോക്കൽ കാണും. ഇൻറ്റു ചെയ്തിട്ട് 1 മേളിലും പോകും, 7 താഴെയും വരും. അതായത് ഇത്രയും ഭാഗത്തിന്റെ ഇതാണ്. ചില കേസൊക്കെ എങ്ങനെയൊക്കെയാണ്, നമുക്ക് ഫ്രാക്ഷന് ഡിവിഷൻ ഇല്ല, അത് മൾട്ടിപ്ലിക്കേഷനേ ഉള്ളൂ. അപ്പൊ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? നമ്മൾ രണ്ടാമത് കിടക്കുന്നതിന്റെ റെസിപ്രോക്കൽ തലതിരിഞ്ഞ് വരിക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കിയേ, ഇനിയിപ്പോ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? മേളിലും 7 ഉണ്ട്, താഴെ 7 ഉണ്ട് അല്ലേ? അതുകൊണ്ട് അവർ ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എത്രയുണ്ട്? മേളിൽ 1, താഴെ 2. അപ്പൊ 1/2 മീറ്റർ, അതായത് എക്സ്, അതായത് ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആണെങ്കിലും ഇതിന്റെ സൈഡ് ആണെങ്കിലും ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മീറ്റർ ആണ്? ഹാഫ് മീറ്റർ. 1/2 മീറ്റർ ആണ്. ഇത്രയും മനസ്സിലായില്ലേ? ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? ഇത് ഇച്ചിരി ഒരു ഇതുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ട് ഒന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, ഹാഫ് മീറ്റർ ആണ് കിട്ടി. അപ്പം ഈ ഒരു എക്സ് എന്ന് പറഞ്ഞാൽ ഹാഫ് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എത്ര ആയിട്ട് മുറിക്കണം? ഇത് രണ്ടും ഉണ്ടാക്കാൻ വേണ്ടി ഈ 7.5 മീറ്റർ എത്ര ആയിട്ട് മുറിക്കണം? അപ്പം ഒരെണ്ണത്തിന്റെ നീളം എത്രയായിരിക്കും? ഇതിന്റെ പെരിമീറ്റർ ആയിരിക്കും ഒരെണ്ണത്തിന്റെ നീളം. അടുത്തതിന്റെ നീളം തന്നെയാണ് ഇതിന്റെ പെരിമീറ്റർ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? പെരിമീറ്റർ ഓഫ് സ്ക്വയർ. സ്ക്വയറിന്റെ പെരിമീറ്റർ കാണുന്ന ഫോർമുല തന്നെ മക്കളെ 4 × സൈഡ്, അല്ലെ 4a എന്ന് പറയും. അപ്പം a എന്ന് പറഞ്ഞാൽ ഒരു സൈഡാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 4 × നമ്മുടെ സൈഡ് എത്ര? ഇവിടെ ഒരു വശം എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? ഹാഫ്. നമുക്കിത് ക്യാൻസൽ ചെയ്തില്ലേ? 2ഉം 4ഉം കൂടെ. അപ്പൊ എത്ര? 2 × 1 2 മീറ്റർ ആണ്. അപ്പം പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എത്രയായിരിക്കും? ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന് ഇവിടെ എത്ര സൈഡ് ഉണ്ട്? പെരിമീറ്ററിന് സോറി ട്രയാങ്കിളിന് 3 സൈഡ്. 3 സൈഡ് ഒരുപോലെ ആയിട്ട് 3a, അതായത് 3 × സൈഡ് 3 × എത്ര വരും? 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 3യെ 2 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ മക്കളെ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്നാ എഴുതാം? 3/2 എന്ന് എഴുതി വെച്ചാലും മതി, 3/2 മീറ്റർ എന്ന് എഴുതി വെച്ചാലും മതി. ഓരെങ്കിൽ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് കാണിക്കാം. 2 കൊണ്ട് പൂർണ്ണമായിട്ടും പറ്റില്ല. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ സൈഡിൽ എഴുതുക. കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം ന്യൂമറേറ്റർ ആകും, ഇത് ഡിനോമിനേറ്റർ ആകും. 1/2 മീറ്റർ എന്നായിരിക്കും. അപ്പൊ ഇത് എത്രയായിട്ട് കട്ട് ചെയ്യണം? 2 മീറ്ററും അല്ലേ? 2 മീറ്റർ ആൻഡ് 1 and 1/2. അപ്പൊ ഇതിന്റെ പെരിമീറ്ററും കിട്ടി. ഈ പെരിമീറ്റർ ആണ് ഇവരെ കട്ട് ചെയ്ത നീളം. അപ്പൊ ഒരെണ്ണത്തിന്റെ അപ്പൊ നമുക്ക് എഴുതാം ലെങ്ത് ഓഫ് വൺ പീസ് എത്രയായിരിക്കും? 2 മീറ്ററും അതർ എത്രയായിരിക്കും? അതർ മീറ്റർ എത്രയായിരിക്കും? 1 and 1/2 മീറ്ററും ആയിരിക്കും. മനസ്സിലായില്ലേ മക്കളെ? ഇച്ചിരി പ്രയാസമുണ്ട്, എനിക്കറിയാം, ഒരു ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. എന്നാലും നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ എപ്പോഴും ഒന്ന് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്ത് ആൻസർ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം. ആൻസർ കാണാൻ പഠിക്കാനല്ല പറഞ്ഞേ, ഈ ചെയ്യുന്ന മെത്തേഡ് മനസ്സിൽ ഉറപ്പിക്കുക. പിന്നെ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഇത് വരും. നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും മക്കളെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഫ്രണ്ട്സിനോടൊക്കെ പറയണം കേട്ടോ. ഇത് പുതിയ ന്യൂ സിലബസ് ആണ്. ചെറിയ പ്രയാസമുണ്ട്, കുഴപ്പമില്ല, അത് ഞാൻ ശരിയാക്കി നമുക്കത് ഈസി ആക്കാവുന്നേ. ഓക്കെ, താങ്ക് യു.